ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പോലീസുകാരൊക്കെ പോയി കഴിയുമ്പോൾ മനോഹറും സനലും കൂടിയിട്ട് എടാ ഇനി എന്ത് ചെയ്യും എന്ന് മനോഹർ ചോദിക്കുമ്പോൾ സനൽ പറയണ്ട, എടാ ഇവര് ജീവനോടെ ജീവിച്ചിരിക്കണം നിനക്ക് നല്ലത്, ഇന്നല്ലെങ്കിൽ നാളെ അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. മാത്രമല്ല ഒരു മനുഷ്യജീവനല്ലേടാ, നമുക്കായിട്ട് ഇതിനൊന്നും ചെയ്യണ്ട, നമുക്കിവിടെ കാര്യമൊന്നുമില്ല, നാളെ ഓടാൻ പോണവര് എങ്ങനെയെങ്കിലും കണ്ട് ആശുപത്രിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളും, നമുക്കിവിടെ എവിടെയെങ്കിലും മൂലയിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് താരേനെ സനലും അതുപോലെ തന്നെ മനോഹറും കൂടി പൊക്കിയെടുക്കാണ്. വഴിയരികിൽ ഒരു മരത്തിന്റെ സൈഡിലായിട്ട് വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം പെട്ടെന്നൊരു സനലും മനോഹറും കൂടി മാറി നിൽക്കുകയാണ്. മനോഹർ പറയണ്ട്, എടാ നോക്ക്, എനിക്ക് ജയിലിൽ എപ്പോൾ വേണമെങ്കിലും പോകേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ പോകേണ്ടവനാണ് ഞാൻ, എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഇത്രമാത്രം പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് തട്ടിപ്പ് ചെയ്തവനാണ് ഞാൻ, അത് മുന്നിൽ കണ്ട് തന്നെയാണ് ഞാൻ ഈ തട്ടിപ്പിനൊക്കെ കൂട്ട് നിൽക്കണത് എന്നിങ്ങനെ അല്ലാതെ ചെയ്യണത് അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ മനോഹർ ഇങ്ങനെ സനലിനോട് പറയണം. സനൽ പറഞ്ഞിട്ട്, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവോടാ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സനൽ കൂടെ തന്നെ നിന്നിട്ടോ മനോഹറിന്റെ. പക്ഷെ മനോഹറിന്റെയും സനലിന്റെയും ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെ കിരണിനെ പറ്റും. കാരണം വെച്ചാൽ കിരൺ രാത്രി പുറത്തേക്ക് പോണ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ അല്ല മിനിഞ്ഞാന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും താരനെ രക്ഷപ്പെടുത്തുന്നത് കിരൺ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ കിരൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താര സത്യങ്ങളൊക്കെ കിരണിനോട് പറയും. അത് കേൾക്കുമ്പോൾ കിരൺ പിന്നെ ക്ഷമിച്ചിരിക്കില്ല. കാരണം ഇത്രയൊക്കെ ക്ഷമിച്ചതിനെ കാരണം ആ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, തന്റെ അമ്മക്ക് അത് വേദനിക്കണ്ട. തന്റെ അമ്മ എപ്പോഴും രൂപക്ക് ഒരു പേടിയാണല്ലോ, സത്യങ്ങൾ അറിഞ്ഞാൽ രാഹുൽ കുടുംബം ഇല്ലാണ്ടാക്കുമെന്ന്. കിരൺ ഇനി അതൊന്നും നോക്കില്ല, കുടുംബം ഇല്ലാണ്ടാക്കിയാലും കുഴപ്പമില്ല, എന്തായാലും ഈ ഒരു ക്രൂരത വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കിരൺ ഇതിനെ തിരിച്ചടി കൊടുത്തിരിക്കും. എന്തായാലും താരേനെ രക്ഷിക്കാൻ പോണത് കിരൺ തന്നെയായിരിക്കും. കാരണം കല്യാണം ഉണ്ടെങ്കിൽ കല്യാണിയെ രക്ഷിക്കുള്ളൂ, ഇനിയിപ്പോ കിരൺ ഉള്ളതുകൊണ്ട് കിരൺ തന്നെയായിരിക്കും രക്ഷിക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല മനോഹർ എന്തായാലും വലിയൊരു നല്ല കാര്യം ചെയ്തു. കാരണം അവര് മരിച്ചിട്ടില്ലെന്നുണ്ട് അവിടെ ഉപേക്ഷിച്ചെങ്കിലും പോയല്ലോ, അതുകൊണ്ട് രാഹുലിന് വലിയൊരു ചതി തന്നെയാണ് പറ്റാൻ പോണത്. കാരണം മരിച്ചിരുന്നെങ്കിൽ രാഹുൽ രക്ഷപ്പെട്ടു പോയ നിയമത്തിന്റെ കുരുക്കി നിന്നിട്ട്. കാരണം താര ജീവനോടെ ഇല്ലല്ലോ. പക്ഷെ താര ജീവനോടെ ഉള്ളത് കൊണ്ട് രാഹുൽ നാളെ സമയത്ത് ജയിലിൽ പോകാൻ ഇത് തന്നെ മതി ഒരു കാരണം. എന്തായാലും നാളത്തെ എപ്പിസോഡ് കിടു എപ്പിസോഡായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.